തിരുവമ്പാടി ചന്ദ്രശേഖരൻ. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന്റെ തിടമ്പേറ്റുന്ന കൊമ്പൻ. ആ കൊമ്പനാണ് എനിക്ക് പുറകിലുള്ളത്. നമുക്ക് തിരുവമ്പാടി ചന്ദ്രശേഖരനെയും പാപ്പാൻ സുമേഷും രണ്ടാം പാപ്പാൻ സുമിത്തും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. ഞങ്ങളിങ്ങനെ ആനവിശേഷങ്ങളും പാപ്പാന്മാരുടെ വിശേഷങ്ങളുമുള്ള അന്വേഷണത്തിലാണ്. ശരിക്കും തിരുവമ്പാടി ചന്ദ്രശേഖരനെ പറ്റി എന്താ പറയാനുള്ളത്? നമുക്കൊരു നല്ലത് മാത്രമേ പറയാനുള്ളൂ. കാരണം അത്രയ്ക്ക് നല്ലൊരു ആനയാണ്. സ്വഭാവം കൊണ്ടും ചിട്ടവട്ടം കൊണ്ടും എല്ലാ കാര്യവും നല്ലൊരു ആനയാണ്. ഈ ഇതിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വരവ്? ആന ബീഹാറിൽ നിന്നാണോ? ആന ബീഹാറാണ്. ആന ഇവിടെ സർക്കസ് കമ്പനിയിൽ നിന്ന് മേടിച്ചൊരു ആനയാണ്. ദേവിസേട്ടനും നമ്മുടെ ഗോപിവാറ്റരും അവർ മേടിച്ച് കേരളത്തിൽ നിന്ന് അവർ പോയി കണ്ട് ഗോപിയേട്ടൻ മേടിച്ച് തിരുവമ്പാടിക്ക് നടക്കരുത്തിരി ആനയാണ്. അന്ന് കൊച്ചാനയായിരുന്നു, അല്ലേ പറയാറില്ല. ഇപ്പോൾ ആള് ഒരു തിടമ്പ് ആനയായിട്ട് വലിയ മാറിയിരിക്കും. ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ എന്തെല്ലാം ലക്ഷണങ്ങൾ? അത്യാവശ്യം എല്ലാ ലക്ഷണങ്ങളും ഒത്തര ആനയാണ്. എല്ലാം എന്ന് പറഞ്ഞാൽ എടുത്ത കൊമ്പ് അങ്ങനെയുള്ള കൊമ്പിൻ്റെ വ്യത്യാസമില്ല. ബാക്കിയെല്ലാം നടയമരം, ശരീരം, ഉടല്, നഖം, ചെവി എല്ലാം ആനക്കുണ്ട്. നല്ലൊരു ആന തന്നെയാണ്. ലക്ഷണങ്ങൾ ശരിക്കും നമ്മൾ എത്ര ലക്ഷണങ്ങളാ? ഈ സർവ്വലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ എത്ര ലക്ഷണങ്ങൾ വേണമെന്ന് നമ്മൾ നോക്കണത് ആളുടെ കൈയുടെ വലിപ്പം, ചെവിയുടെ വലിപ്പം, വായ്കുമ്പം, കണ്ണ്, മുഖം, അതെല്ലാം സാധാരണ ആനകളിലൊക്കെ എപ്പോഴും വലുതായിരിക്കണം. എല്ലാം ഒന്ന് കാണിച്ചല്ലോ. ഇപ്പം ആനക്കമ്പം ഉള്ള ആളുകൾക്ക് ഇതെല്ലാം അറിയാം. പക്ഷെ അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെയാണ് ആനയുടെ ലക്ഷണം നോക്കുക എന്നുള്ളത് അറിയില്ല. നമ്മള് ആനകളുടെ ഈ കൊമ്പ് ഇത് ശരിക്കും പറഞ്ഞ ഒരു എടുത്ത കൊമ്പല്ല, ചെണ്ടക്കോല് കൊമ്പായിരിക്കണം. എടുത്തു വന്നിട്ട് ഇങ്ങനെ വിരിഞ്ഞ് ഇരിക്കണ കൊമ്പായിരിക്കണം. അതാണ് നല്ല കൈവണ്ണം ഉണ്ടായിരിക്കണം. ആന നിലവ് നിന്നാലും കൈ നിലത്ത് കിടക്കണം. തുമ്പിക്കൈ കിടക്കണം. പിന്നെ വായ്കുമ്പം എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ നിങ്ങൾ? രണ്ട് കണ്ണിന്റെ ഒരു മുഴ പോലെ കണ്ടില്ലേ? അത് ശരിക്കും ഇതുപോലെ വീർത്ത് ഉരുണ്ടിരിക്കണം. അതാണ് വായ്കുമ്പം എന്ന് പറയുന്നത്. പിന്നെ തലക്കുന്നി, ആനയുടെ തലക്കുന്നി ഏറ്റവും മുകളിലുള്ള അത് എപ്പോഴും മുന്ന് തള്ളി വൃത്തിയായിട്ടിരിക്കണം. കാണുമ്പോൾ തന്നെ രണ്ട് നാ എന്ന കണക്കിൽ നമ്മൾ വൃത്തിയായിട്ടിരിക്കണം. മസ്തകം. പിന്നെ പദഗിരി, ഈ വെള്ളപ്പാടുകൾ കുത്തുന്നതാണ് പദഗിരി എന്ന് പറയും. പിന്നെ അത് താഴത്തായിട്ട് ഇതിലിപ്പം പദഗിരിയൊക്കെ നമുക്ക് പറയണത് കൂടുതലാണ്. ചില ആൾ കണ്ടില്ലേ മണ്ണ് വാരി എറിഞ്ഞ കൂട്ടുള്ള സൈഡിൽ മാത്രം. അന്ന് ആറാണുകൾക്കാണ് കൂടുതലും പദഗിരി അങ്ങനെ കാണുന്നത്. ബീഹാർക്ക് പൊതുവെ പദഗിരി കൂടുതലായിരിക്കും. വെള്ളം നമ്മൾ ഈ സായിപ്പുമാരെന്നൊക്കെ വിളിക്കുന്നില്ല, ആ ഒരു സ്റ്റൈലായിരിക്കും. പിന്നെ ചെവി വരുന്നത്, പിന്നെ ചെവിയുടെ വാൽച്ചെവി വേണം. ഈ ചെവിയൊന്നും വല്ല തെറ്റെന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു മോശമെന്ന് പറയാൻ പറ്റില്ല. ആനക്ക് നല്ല പറ്റിയ ചെവിയാണ്. ആനക്ക് ശരീരത്തിനുള്ള ചെവിയുണ്ട്. പിന്നെ നടയമരം, അത് രണ്ട് കാലിനാണ് നമ്മൾ നടയെന്ന് പറയണേ. ഇതിന്റെ നഖങ്ങള്, ആനയുടെ നടയമരം, നാമരവും ഇതൊക്കെ വൃത്തിയായിരിക്കണം. വാല് നോക്കിയേ, ഇതിന്റെ 4 നില ഇറക്കം മുട്ടിറങ്ങി കിടക്കണം. ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ നമ്മൾ നോക്കണേ. 18 നഖങ്ങൾ വെച്ച് നോക്കുന്നു. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏറെക്കുറെ എല്ലാ ലക്ഷണങ്ങളുള്ള എല്ലാ ലക്ഷണത്തിനും മൊത്തത്തിലാണ്. സുമേഷ്, എങ്ങനെയാണ് ഈ ആനക്കമ്പം വരുന്നത്? ഒരു ആനപ്പാപ്പാനാകുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇപ്പം ഞങ്ങൾ സംസാരിച്ച ആളുകളെല്ലാം വലിയ ആനപ്രേമികളാണ്. നമുക്കിതൊരു ജോലി അന്വേഷിച്ച് നടക്കുമ്പോൾ കിട്ടുന്നൊരു ജോലിയല്ലല്ലോ. ഇത് അത്രത്തോളം ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു ജോലിയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ആനക്കമ്പത്തിലേക്ക് വരുന്നത്? എനിക്ക് ആനക്കമ്പം മൂത്ത് ആനപ്പണിങ്ങിയ ഒരാളല്ലേ. എനിക്ക് ആനപ്രേമം ആനകളെ അമ്പലങ്ങളിൽ എഴുന്നേൽക്കുന്നുണ്ട്. എൻ്റെ അമ്പലത്തിൽ എഴുന്നേൽക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ പോയി നിന്നിട്ടാണ് ആന. എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു. എനിക്ക് നമ്മുടെ സുഹൃത്തുണ്ട്. ആ സുഹൃത്തിന് ഭയങ്കര ആനക്കമ്പക്കാരനാണ്. അവൻ്റെ കൂടെ ഇങ്ങനെ നടന്നു കിടന്നിട്ടാണ് അവൻ ആനപ്പണിക്ക് ഇറങ്ങി. അവനെയൊക്കെ ഞാൻ പിടിച്ച് വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു. ആനപ്പണിക്ക് പോലെന്ന് പറഞ്ഞ് വീട്ടുകാർ പറഞ്ഞിട്ട് അങ്ങനെ അവനെ ഉപദേശിക്കാൻ നടന്നു കിടന്നാണ് നമ്മളിന്ന് ഇവിടെ ആനയോട് ഇഷ്ടം കൂടി അവൻ്റെ കൂടെ നടക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ പോയി അവൻ ഇത്തിപ്പോഴും സാബുച്ചേൻ്റെ കൂടെ ആനപ്പടിക്ക് ഇറങ്ങി. ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ പോയിട്ട് വരും. അങ്ങനെ ഒരു ദിവസം പറഞ്ഞ് അവനെ വിളിച്ചിട്ട് പോരുന്ന. അങ്ങനെ അവൻ വിളിച്ച് അവൻ്റെ കൂടെ പോയതാണ്. പിന്നെ ആനയോട് ഈ നമ്മൾ ഒരാളെ പിന്തിരിപ്പിക്കാനുള്ള നടക്കുന്നത്, സുഹൃത്ത് ആനപ്പണിക്ക് പോകണ്ടെന്ന് കരുതിയിട്ട് പിന്നെ ആനയോട് ഇഷ്ടം തോന്നി തുടങ്ങുമല്ലോ. ഈ നമ്മൾ ആ ഇഷ്ടം തോന്നി തുടങ്ങുന്നത് എപ്പോഴാണ്? അത് നമ്മുടെ ആശാനെ കണ്ടുകൊണ്ടാ. ആശാൻ നന്നായി കുട്ടിക്കൃഷ്ണനെയൊക്കെ അന്ന് ആ കുട്ടിക്കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നല്ല വഴക്കുള്ള ആനക്കുട്ടിയാണ്. ആശാന്റെ പേര് കൂടി ഒന്ന് ഇത്തിപ്പോഴും സാബു എന്ന് പറയും. ആശാനിന് അതിനെ കൊണ്ടുനടക്കണം കാണുമ്പോൾ നമുക്കൊരു കാര്യമാണ്. കാരണം വഴക്കുള്ള ആന ഇടയൊക്കെ കൂട്ടി കുന്തക്കോലൊക്കെ പിടിച്ച് മണ്ണ കാണുമ്പോൾ ആ ഒരു പവർ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിലൂടെ തുടങ്ങിയത്. നമുക്കൊരു ആനക്കാരനാകണം,
കൊള്ളാലോ കൊള്ളാലോ, ആനക്ക് ആൾക്കാർ ശ്രദ്ധിക്കുന്നത്, ഇങ്ങനെയൊക്കെ കണ്ടപ്പോഴാണ് സംഭവം തുടങ്ങിയത്. പിന്നീട് ഇഷ്ടം തോന്നി അങ്ങ് പണിയിലേക്ക് ഇഷ്ടം ആശാന്റെ കൂടെ തന്നെ അവിടെ തന്നെ നിന്ന് തുടങ്ങി. എത്ര കാലം നിന്നു? ഞാൻ ആശാന്റെ ഒരു 10-11 കൊല്ലം 10 വർഷം 11 കൊല്ലത്തോളം ആശാന്റെ കൂടെ ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് ഒന്നാം പാപ്പാനായി തുടങ്ങിയത് എത്ര? സ്വന്തമായിട്ട് ഒന്നാം ആനെ തന്നെയായിരുന്നു. സാഹുചേട്ടൻ മാറിയിട്ട് ആശാനെ എന്നെ ഏൽപ്പിച്ചാണ്. 1 കൊല്ലം കുട്ടികൃഷ്ണനെ കൊണ്ടുവരുന്ന, 1 കൊല്ലം മാവലിക്കര, പിന്നെ അത് കഴിഞ്ഞ് 2 കൊല്ലം ഇളങ്കാവ് ഇത്തിത്താനം വിഷ്ണുനാരായണ, 1 കൊല്ലം കുട്ടോളി മഹാദേവാന, ഇപ്പം 3 കൊല്ലമായിട്ട് ഇതിന്റെ കഴിഞ്ഞ ഞങ്ങൾ എപ്പിസോഡിലൊക്കെ ചെയ്ത സമയത്ത് കുറെ ആളുകൾ പറയുന്നുണ്ട് ഒപ്പമുള്ള ആളുകളെ കൂടി പരിചയപ്പെടുത്തണം. അപ്പൊ എന്തായാലും ഞങ്ങൾ ഒപ്പമുള്ള ആളുകളെ കൂടി പരിചയപ്പെടുത്തണം. പേരെന്ന് പറയാമോ? സുമിത്ത്. എവിടെയാ വീട്? അടുത്ത് തന്നെ. എത്ര വർഷമായിട്ടുണ്ട്? ഒരു 8 കൊല്ലമായിട്ടുണ്ട്. 8 വർഷമായിട്ടുണ്ട്. എന്താണ് ഇത്രത്തോളം താല്പര്യം വരാനുള്ള ഒരു കാരണം? ചെറുപ്പം തൊട്ട് ആന ഇഷ്ടമാണ്, അങ്ങനെ ഇറങ്ങിയതാ. എത്ര വരെ പഠിച്ചിട്ടുണ്ട്? IT വരെ പഠിച്ചു. അപ്പൊ ചെറുപ്പത്തിലെ ആനയ്ക്കൊപ്പം തന്നെയായിരുന്നു? ആനക്കൊപ്പം തന്നെ. വീടിനോട് വരുന്നാലും നമ്മൾ കാണാൻ പോകുന്നത്. ഇദ്ദേഹത്തിന്റെ ഒപ്പം തന്നെയാണോ 7 വർഷവും? 1 കൊല്ലം ആദ്യമായിട്ട് ഇറങ്ങുന്നത് സുഗുണം പാപ്പ എന്നുള്ള ഇവിടെ, പിന്നെ മാറി, പിന്നെ ആശയുടെ കൂടെ തന്നെ. എങ്ങനെയുണ്ട് ആനയ്ക്കൊപ്പമുള്ള ജീവിതം? അടിപൊളിയാണ്. ഏതോ നാട്ടിൽ കിടന്ന് എന്നെ ഇപ്പൊ അറിയപ്പെടുന്നുണ്ട്, അധികം ആനകൾ കാണുന്നുണ്ട്. എപ്പോഴെങ്കിലും നമുക്ക് ഈ ഉത്സവത്തിന്റെ ഇടയിൽ ആശാൻ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല, എന്റെ അറിവിലില്ല ഇതുവരെ. ഇല്ല. എപ്പോഴാണ് ഒരു അസ്വസ്ഥത തോന്നുന്നത്? കൂടുതൽ ആളുകളെ കാണുമ്പോഴോ അല്ലെങ്കിൽ? എനിക്ക് ഈ 3 കൊല്ലമായിട്ട് അങ്ങനെ ഇന്ന് വരെയും ഇല്ല തോന്നിട്ടില്ല. ശുഭ്രത്തിന് നിൽക്കുന്ന ആനയ്ക്ക് പിന്നെ ആളെ കണ്ടിട്ട് വെടിക്കെട്ടും കാണുന്ന ആനക്ക് പിന്നെ വിഷയമില്ല. അല്ലെങ്കിൽ പുള്ളിക്ക് അങ്ങനെ വലിയ ഒരു ആൾക്കാർ വന്നതിന്റെ ബഹളം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ പേടികളൊക്കെ ഉണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല, അവസരം കൊടുത്തിട്ടില്ല. എനിക്ക് പേടിക്കാനോ വേറെ കാണിക്കാനോ അവസരം കൊടുത്തിട്ടില്ല. നാളത്തെ കാര്യം നമുക്ക് അറിയത്തില്ല. ഇതുവരെ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കില്ല. ശരിക്കും നമ്മൾ എന്താ കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പം ചില ആളുകളൊക്കെ, ഒരുപാട് ആളുകൾ ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് പോലും തൊട്ടടുത്ത് പൂരം നടക്കാൻ പോകും. അപ്പം ഒരുപാട് ആളുകൾ വന്ന് കാണുകയൊക്കെ ചെയ്യല്ലോ. അപ്പം അതേതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ ആളുകൾ വന്നിട്ട് വന്ന് കാണുക മാത്രമല്ല, ഇവർ വന്ന് ഈ തോണ്ടുക, പിടിക്കുക. അപ്പോൾ ഈ ആനകൾ ചിലപ്പോൾ 2 ദിവസം ഉറക്കക്ഷീണം കഴിഞ്ഞ് നിൽക്കിയിരിക്കും. ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ എൽസയെ പിടിച്ച് നിൽക്കുന്ന സമയത്ത് ആന വിശ്വാസത്തിലാണെങ്കിൽ ഉറങ്ങുമ്പോഴായിരിക്കും പുറകിൽ തോണ്ടണത്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും എല്ലാവരോടും നമുക്ക് പറയാൻ പറ്റാത്ത കാരണം ആൾക്കാർ ശ്രദ്ധിക്കാണ്ടിരിക്കും, നമ്മൾ ആന ശ്രദ്ധിക്കുക. ഇപ്പം 100 പേരോട് പറയാൻ പറ്റത്തില്ല തൊടല്ലേ. ഇത് പോണ വഴിക്ക് തോണ്ടുക, പുറകിൽ നിന്ന് അടിക്കുക. കഴിഞ്ഞ ദിവസമൊക്കെ ഒരു ആനക്കട് പുറകിൽ നിന്ന് അടിപൊളിത്തിട്ട് ആന പേടിച്ച് ഓടിപ്പോയി. ഇപ്പം പലപ്പോഴും ഈ ഉത്സവപ്പറമ്പിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് കാരണം ഈ ആനപ്രേമികളുടെ അമിതമായ അവരുടെ കുറ്റം അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ. ആലോചിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അവരുടെ കമ്മിറ്റിയിൽ ഇല്ലെങ്കിൽ അവരെ ഉത്സവ സ്ഥലത്ത് ചെല്ലുമ്പം അവർ ഉത്സവമൊക്കെ ആഘോഷം 2 അടിച്ചിട്ട് വന്ന് മാറിയില്ല തൊടാൻ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ തെളിവ് പറയാനോ തല്ലാനൊക്കെയാണ് വരവ്. അപ്പം കൂടുതലും ശ്രദ്ധിക്കേണ്ട അവരൊക്കെ തന്നെയാണ്. ഒരു ആനക്കാരൻ വന്നു കഴിഞ്ഞാൽ ആന വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇല്ലെങ്കിൽ എഴുന്നള്ളിപ്പിന് അത് വൃത്തിയായിട്ട് അകലിച്ച് മാറി നിന്ന് കൊടുക്കുക. ഇത് നമ്മളെയൊക്കെ പവറാണ് അവിടെ 2 അടിച്ചു കഴിഞ്ഞാൽ. ഏറ്റവും കൂടുതൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണത് ഇവർ തന്നെ. ഇത്തരം ഈ ഇടപെടലാണ്. ഈ ഇത്രയും കാലത്തിന്റെ ഇടയിൽ ജീവിതം എത്ര വർഷമായി എന്നാ പറയുന്നത്? ഞാനിപ്പോ 10-20 കൊല്ലം. 20 വർഷത്തെ ജീവിതത്തിന്റെ ഇടയിൽ ഓർമ്മിക്കാവുന്ന അല്ലെങ്കിൽ നമ്മളെ മനസ്സിൽ തോന്നുന്ന എന്തെല്ലാം കാര്യങ്ങളാണ്? മനസ്സിൽ ആനപ്പണിയിൽ ഒരുപാട് കാര്യങ്ങൾ തോന്നിക്കാറുണ്ട്. കാരണം ഇപ്പോഴത്തെ ഞാൻ ആശാനോട് നിന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നോക്കും. ആന ഞാൻ വല്ല വഴക്കാന്ന് പറഞ്ഞില്ലേ, സാഹുചേരനെ തട്ടിയിട്ട് കുത്തിയിട്ട് കാലി ഒടിഞ്ഞ് 2 റോട്ടിക്കളിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന സംഭവം ഉണ്ടായിരുന്നു. ആന മയക്കുടിച്ച് കെട്ടി ചരിത്രമുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ട്. വിറച്ചു പോയ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. വിറച്ചു പോയൊരു സംഭവം ഇതുവരെ എനിക്കുണ്ടായിട്ടില്ല. അല്ല, ഇപ്പൊ ആനകൾ എൻ്റെ നിന്ന് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, എന്നെ തട്ടിയിട്ട് കുത്തിയിട്ടൊക്കെ ഉള്ള. ഇതിൽ പേടിച്ച് മാറിയിരുന്നിട്ടില്ല ഇന്നൊരു ആനയ്ക്ക്. അത് നമ്മൾ അതിന്റെ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അത് തന്നെ അങ്ങനെയാണ്. കാരണം നിന്നുവെച്ചാൽ ആനയും ആനക്കാരനും നല്ല തീയായിരുന്നു. അതുകൊണ്ട് നമുക്ക് അവർ പേടിച്ച് മാറിയേണ്ട അവസരം ഇന്ന് വരെ നമുക്ക് ഉണ്ടായിട്ടില്ല ഒരാനക്കുന്നു. ഈ ആന പലപ്പോഴും ഇപ്പം നമ്മൾ മാറിക്കഴിയുമ്പോൾ ഇപ്പൊ തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? ഇപ്പം താങ്കൾ ഇപ്പോൾ ഇവിടുന്ന് മാറുകയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു പാപ്പാനായിട്ട് ഇണങ്ങണമെങ്കിൽ സമയമെടുക്കുമോ? എങ്ങനെയായിരുന്നു? ഇപ്പം ഇതിലേക്ക് വന്നിട്ട് 3 വർഷമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് ഇത് ഏറ്റെടുക്കുന്ന സമയത്ത് എന്തായിരുന്നു വെല്ലുവിളി ഉണ്ടായിരുന്നു? കാരണം ഇത്രയും കൊല്ലം 10-13-14 കൊല്ലത്തോളം ഒരു ആനക്കാരൻ കയറിയൊരു ആന, അധികം കെട്ടിയെടുപ്പില്ലാത്തൊരാന, കൂടെ നിന്ന് വഴിയായിട്ടുള്ളു. 2-ാമത് 3-ാമത് അങ്ങനെ നിന്ന് വഴിയായിട്ടാണ്. പെട്ടെന്ന് കെട്ടിയെടുപ്പ് വന്നുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു പറച്ചിലായിരുന്നു. നടക്കുമോ, സുമേഷം കൂടെ നടക്കുമോ, ഇല്ലെങ്കിൽ മുറിവാകും, താമസം പിടിക്കുമെന്നൊക്കെ. പക്ഷേ ദൈവം സഹായിച്ച് നമുക്ക് ഒരു പൊട്ടുപോലും ഇല്ലാണ്ട് ഇവർ ഈ പറഞ്ഞ സമയത്ത് നമുക്ക് ആനയിച്ച് പരിയെടുക്കാൻ പറ്റുന്നുള്ളതാണ്. അതിൽ ഈ വിമോഷനായിട്ടാണ് ഞാൻ ഇപ്പോൾ കാര്യങ്ങൾ ചോദിച്ചത്, എന്താണ്ട് രീതിയും കാര്യങ്ങളും വിമോഷൻ അത് പറയുകയും ചെയ്ത്. എന്താ വെച്ചാൽ നമ്മൾ ആനയെടുത്തുനിന്ന് പണിയെടുത്തപ്പോഴേക്കും ആശാനെ വിളിക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. ആശാൻ ഇന്ന പോലെ കാര്യങ്ങൾ, അപ്പോൾ ആശാനെ ഇന്ന പോലെ ചെയ്ത് നോക്കണം. അപ്പോൾ ആ രീതിയിലേക്ക് വന്നപ്പോഴേക്കും ആന ഒരു കമ്പ് എൻ്റെ നിന്ന് തല്ലി മേടിച്ചിട്ടില്ല.
ആന ഒരു 10 നല്ലപോലെ മെരുങ്ങി. ദിവസം കഴിഞ്ഞപ്പോൾ ആന ഇരുന്ന് കിടന്ന് നമ്മൾ കഴുകി കുളിപ്പിച്ച് അന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ തൃപ്പൂണിത്തറ പൂരത്തിനും പോവുകയും ചെയ്തു കഴിച്ചു. അങ്ങനെ കുറുമ്പ് കാട്ടി മാറിയിരിക്കുന്ന ഒരാളില്ലേ, പെട്ടെന്ന് ആളുകളായിട്ട് ഇടപഴകുന്നുണ്ടല്ലേ? 10 അടി വെച്ച് കൊടുത്ത് അയക്കേണ്ട ആനകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഈ ചന്ദ്രസേനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മള് വാശി എന്ന് പറഞ്ഞാൽ ചില്ലറ വാശിയൊന്നുമല്ല. നമ്മളൊരു കാര്യം അധികാരമായിട്ട് പറഞ്ഞാൽ അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പുള്ളിക്കും ബുദ്ധിമുട്ടാണ്. എല്ലാ തഞ്ചത്തിലും മക്കളെ മുന്നേ കുറിച്ച് എല്ലാ കാര്യവും ഒക്കെയാണ്. ഇപ്പം ഈ സർക്കസിൽ കൂടി നിന്ന ആനയാണെന്നല്ല പറയുന്നത്. അപ്പം ഈ സർക്കസിലുള്ള ആന എന്ന് പറയുന്ന അഭ്യാസികളായിരിക്കും, അഭ്യാസമാണല്ലോ അതിനെ പരിശീലിപ്പിക്കുന്നത്. അപ്പൊ ആ തരത്തിൽ വല്ല കുറുമ്പും അതിന് ശേഷം നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്? ഇവിടെ വന്ന് ഞാൻ കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആന ഇങ്ങനെ പരിപാടിക്ക് പോയിട്ട് ബാൻഡ് സെൻ്റൊക്കെ കേട്ടിട്ട് പുള്ളി ഫ്രണ്ടുകാലൊക്കെ പൊക്കി നിന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. തിരിച്ച് ഉൾട്ട ഉത്സവം അവിടെ നിർത്തിയിട്ട് തിരിച്ചു പോന്നിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ സംഭവം. അത് ഞാൻ വന്ന സമയത്ത് എനിക്ക് നമ്മളന്ന് ഓർക്കണില്ല. ഇവിടെ വന്നിട്ടുള്ള പറഞ്ഞുള്ള കഥ ഞാൻ അറിവുള്ളതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ പൂരപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര കളിയായിരുന്നു. ഈ ബാൻഡ് സെറ്റും പാട്ടൊക്കെ കേൾക്കുമ്പോൾ തുള്ളിച്ചും ഫ്രണ്ട് പൊങ്ങിയും തലകുലിക്കുകയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. സർക്കസിൽ പരിശീലിച്ചത് ഇടയ്ക്ക് കയറി വരുന്നത്. അത് തന്നെ. ഇപ്പൊ ഒന്നുമില്ല കേട്ടോ, ഇപ്പൊ ആ പരിപാടി ഒന്നുമില്ല. ഇപ്പം തൃശ്ശൂർ പൂരത്തിനാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ വാദ്യം കേൾക്കുന്നത്. അവിടെ ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല, ഒരു പ്രശ്നമില്ല, ഉണ്ടായിട്ടില്ല. ഈ സർക്കസിൽ നിൽക്കുന്ന ആളുകൾക്ക് ആനയെ പരിശീലിപ്പിക്കേണ്ടത് ആ രീതിയിലുള്ള അഭ്യാസങ്ങൾ കാണിച്ചു. അതൊന്ന് മാറിയിട്ട് നമ്മൾ ഇപ്പം ഉത്സവത്തിന് കൊണ്ടുപോകുമ്പോൾ അതിന് വേറെ ചിട്ടകളാണ്. അപ്പം അതിന് മാറ്റി ഈ ഒരു ചിട്ടയിലേക്ക് വരാൻ വേണ്ടി സമയം എടുക്കുമോ? സമയം എന്ന് പറഞ്ഞാൽ അത് ആനകളുടെ ഒരു ബുദ്ധിബോധം പോലെ. ചില ആൾക്ക് നമ്മൾ 2 വട്ടം കാണിച്ചു കൊടുത്താൽ 3-ാം പ്രാവശ്യം അത് കൃത്യമായിട്ട് ചെയ്യും. ചില ആൾക്ക് ഇനി 50 വട്ടം കാണിച്ചു കൊടുത്താലും അത് കൃത്യമായിട്ട് ചെയ്യത്തുമില്ല. അതെ, ആദ്യം പഠിച്ചതൊക്കെ തന്നെ ഉള്ളൂ. ഇതിപ്പോൾ ഈ പുള്ളിക്കാരനെ ഏകദേശമൊക്കെ നമ്മളൊന്ന് പറഞ്ഞു കൊടുത്ത് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ രീതി അറിയാം. ഈ നീരുകാലം ഇനിയിപ്പം മാർച്ച് ഏപ്രിൽ പൂരം കഴിഞ്ഞിട്ട് ജൂണൂടെയൊക്കെ നമുക്ക് ആന കെട്ടാം. നീരുകാലത്ത് എങ്ങനെയാണ്? നീരുകാലത്ത് ശാന്തം എന്ന് പറയാൻ പറ്റില്ല. നീരുകാലത്തൊക്കെ നല്ല പോറാ. ഇല്ല, നമ്മൾ പോകും നീര് കെട്ടിയിട്ട്. കാരണം ഇതിനങ്ങനെ ചട്ടക്കാരെ നിൽക്കിച്ച് ആന കൊലിക്കത്തില്ല. നമ്മൾ ആന കെട്ടി ഉറപ്പിച്ചിട്ട് നമ്മൾ പോയാൽ മാത്രമേ, 1-ാമൻ പോയാൽ മാത്രമേ ആന കൊലിക്കത്തുള്ളൂ. പിന്നെ 2-ാമനും 3-ാമനും അത്യാവശ്യം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ളത്. ചങ്ങലമാറി കെട്ടാൻ, കഴുകാം, ചോറ് വാരി കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഒന്നും പരാതിയില്ല. ഇപ്പോൾ നമ്മൾ ഈ ഉത്സവപ്പറമ്പിൽ കൊണ്ടുപോയി, ഇപ്പോൾ നമുക്കിവിടെ പനമ്പട്ട കിട്ടുന്നുണ്ട്. ഈ ഉത്സവ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ തീറ്റ കിട്ടാനുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഈ പട്ടയ കിട്ടാതെ പിന്നെ എങ്ങനെയാണ് നമ്മളത് തരണം ചെയ്യുന്നത്? എങ്ങനെയാണ്? തീറ്റയുടെ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് നടന്നു പോകും. നമുക്ക് ഈ വെള്ളത്തിന്റെ കാര്യത്തിലാണ് കൂടുതലും പാടുവന്നത്. ചില ആനകൾ ഈ ബോർവെൽ വെള്ളം കുടിക്കത്തില്ല, ഈ തുരുമ്പും മയവും ചെളിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് കുടിക്കാതെ വരുമ്പോൾ നമ്മൾ കിണർ വെള്ളം തപ്പി നമ്മൾ നടക്കും. എല്ലായിടത്തും കിണർ വെള്ളം കിട്ടണമെന്നില്ല. അപ്പോൾ അതങ്ങനെയൊക്കെ വരുമ്പോൾ വെള്ളത്തിന്റെ കാര്യത്തിൽ ഇച്ചിരി ആനകൾക്ക് ബുദ്ധിമുട്ടാണ്. മറ്റു കാര്യങ്ങൾക്ക് അത്ര പ്രശ്നമില്ല. ഇല്ല, തീറ്റയുടെ കാര്യത്തിൽ നമുക്ക് അല്ലാണ്ട് വാഴപ്പിണ്ടിയാണല്ലോ എവിടെ നിന്നും വെട്ടിയിട്ട് കൊടുക്കാം, അതും കഴിച്ചോളും. ഈ വെള്ളത്തിന്റെ കാര്യത്തിലാണ് നമുക്ക് ബുദ്ധിമുട്ട് തന്നെ. അത് എല്ലാ ആനകളും ഇങ്ങനെ തന്നെയാണ്, ഈ കുഴൽക്കിണർ വെള്ളം. ചില ആളുകൾ, നമ്മുടെ ഈ ആന കുഴൽക്കിണർ കുടിക്കത്തില്ല. പുള്ളിക്ക് കിണർ വെള്ളം തന്നെ വേണം. അതും നമുക്ക് പാടാം. നമ്മളിപ്പോൾ ഇവിടെ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിതാണെങ്കിൽ നമ്മൾ ഇവന്മാർ നേരത്തെ പോയി ഏതെങ്കിലും വീട്ടിൽ 8-9 വീട് തെണ്ട് നടന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കും കിണർ വെള്ളം എവിടെ, അവിടെ ചോദിച്ച് അങ്ങനെയൊക്കെ നടന്നിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വെള്ളം വേണ്ടേ? ചിലർ അവരെയും കുറ്റമിട്ട് കാര്യമില്ല. ചിലയിടത്ത് അരത്തൊട്ടി വെള്ളമൊക്കെ ചിലപ്പോൾ കിണറ്റിൽ കാണുള്ളൂ ഈ വേനൽ സമയത്ത്. അവർ പറയും എന്നാലും തരും കേട്ടോ, കുടിച്ചോ, ഒഴിക്കല് മേത്ത് കുളിപ്പിയാ എടുക്കണ്ട. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഈ ഒരു ജീവിതത്തിനിടെ നമുക്ക് ഒരു മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അപ്പം ആനപ്രേമികളുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിൽ ആനയെ കൊണ്ടു കിടന്നിട്ട് എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ ഒരു മോശം എന്ന് പറയാനുണ്ടായിട്ടില്ല. ഈ ആൾക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ പലതരത്തിലുള്ള പ്രതികരണങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് വേണ്ടി നമ്മൾ ഇന്ന് വരെ ഒരു സ്ഥലത്ത് പോയിട്ട് വഴക്കുണ്ടാക്കിയിട്ടില്ല. ആനക്ക് വേണ്ടിയിട്ടാണ് തീറ്റയും വെള്ളത്തിൻ്റെയും കാര്യം പറഞ്ഞാണ് നമ്മൾ വഴക്കുണ്ടാക്കുന്നത്, എന്തെങ്കിലും പറയണേ. പക്ഷെ ഇത് പറഞ്ഞപ്പോഴേക്കും അവസാനം എല്ലാവരുടെ മുമ്പിൽ ആനക്കാരി കുറ്റക്കാരാണ്. അവൻ കിടന്ന് ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കണം, അതാണ് ഇതാണ്. നമ്മൾ ഇതിനു വേണ്ടി ഞങ്ങൾ ഒച്ച വെച്ചില്ല, പിന്നെ ആരും ഒച്ച വെക്കണേ? അപ്പോൾ അതിനുവേണ്ടി എന്നാ പ്രശ്നം നമ്മൾ വെച്ച് നോക്കും. നാളെ തീറ്റയില്ലെങ്കിൽ ബഹളം ഉണ്ടാക്കും, വെള്ളമില്ലെങ്കിലും ബഹളം ഉണ്ടാക്കും. എന്നാ പറഞ്ഞല്ലോ ആന സ്വന്തം സുഹൃത്ത് ആനക്കാരനാവരുത് എന്ന് വിചാരിച്ചിട്ട് ആളെ ഉപദേശിക്കാൻ പോയി ആളെക്കാട്ടി വലിയ ആനക്കാരനായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. വീട്ടുകാർ ആ സമയത്ത് എന്തായിരുന്നു? വീട്ടുകാരും പ്രശ്നങ്ങളായിരുന്നു. ആദ്യമൊക്കെ പോകാൻ പറ്റിയല്ല, ഇടിയും ബഹളവും ഒക്കെ ആയിരുന്നു. പിന്നെ പോകുന്ന കണ്ടപ്പം വീണ്ടും പോകാൻ തുടങ്ങി പിന്നെ അതൊന്നും പറയാറില്ല. ഇപ്പൊ പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളും പേടിയൊന്നുമില്ല. അവർക്കും ഇഷ്ടമായി തുടങ്ങി. അവർക്കും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം നമ്മൾ കയറുന്ന ആനക്കിടക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ വീട്ടിലെ കൊണ്ട് നിർത്താറുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒന്ന് പഴവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. കുഴപ്പമൊന്നുമില്ല. വീട്ടിലേക്കൊക്കെ സാധാരണഗതിയിൽ എങ്ങനെയാ പോവുക? സാധാരണഗതി പോക്ക് കുറവാണ്. ഇപ്പം ചന്ദ്രശേഖരൻ നമ്മൾ അഴിച്ചാൽ പിന്നെ നീരി കെട്ടാതെ കെട്ടി കഴിഞ്ഞൊക്കെ 3-4 മാസം കഴിഞ്ഞൊക്കെ പോകാറുള്ളൂ. അങ്ങോട്ട് പോകാം. പിന്നെ ആ ഭാഗത്ത് ഉത്സവങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഒന്നും കൊണ്ടാവും നിർത്തിയിട്ട് ഓടി വീട്ടിൽ പോയിട്ട് വരുമെന്നല്ലാണ്ട്
പോക്കൊക്കെ വലിയ ഇതാ. പാപ്പാനെ സംബന്ധിച്ചോളം വേറെ ഏതെങ്കിലും ആനകൾ ഇപ്പൊ നമുക്ക് വേറെ ലക്ഷണമുള്ള ആനകളൊക്കെ കാണുന്നുണ്ടാവുമല്ലോ, അങ്ങനെ ഇഷ്ടം തോന്നിയ ആനകൾ ഏതൊക്കെയാണ്? എനിക്ക് ഒരു അങ്ങനത്തെ വലിയൊരു ഇഷ്ടമൊന്നും, എനിക്ക് മാവേലിക്കര കുട്ടിക്കൃഷ്ണൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു കാരണം അത് നമ്മൾ കൊച്ചിലെ പോലെ നിന്നോളേണ്ട ഇഷ്ടമായിരിക്കും. കാരണം 14 വയസ്സുള്ളപ്പം അതിനെ ഞാൻ കാണാൻ തുടങ്ങിയതാണ്. ഇപ്പോഴും ആ ഒരു ഇഷ്ടമായിരുന്നു. അല്ലാണ്ട് വേറെ ആനൊക്കെ ഉണ്ട് ഇങ്ങനെ മറ്റു ആനകളോടൊന്നും ഇഷ്ടമുണ്ട്, ഇഷ്ടമില്ലെന്നല്ല, കാണാൻ ഇഷ്ടം കൊണ്ട് ഭയങ്കര ഇഷ്ടങ്ങൾ തന്നെ ആനകളോടൊക്കെ. അതൊരു അമിതമായ ഇഷ്ടമൊന്നും ഒരു ആനയോട് അങ്ങനെ തോന്നി. ചന്ദ്രശേഖരൻ തന്നെയാണ്. നമ്മൾ നിൽക്കുന്നത് നമ്മൾ സ്നേഹിക്കണ്ടേ, അപ്പോൾ ആ സ്നേഹം എപ്പോഴും ഉണ്ട് ആനകളോട്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ചെറുപ്പത്തിലെ ആനയോട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് വീട്ടിലുള്ള അവരുടെയൊക്കെ പ്രതികരണങ്ങൾ എന്തായിരുന്നു? അതൊരു സ്കൂളിൽ ഇങ്ങനെ മേളം പഠിപ്പിക്കാൻ പോകുന്ന നുണ പറഞ്ഞാണ് പോയത്. ശരിയാ, അങ്ങനെ പോയി അവസാനം പിടിക്കപ്പെട്ടു. മേളയും ആനയും അല്ലേ എല്ലാം പിടിക്കപ്പെട്ടു. മേളത്തേക്കാൾ കൂടുതൽ ഇഷ്ടം പിന്നീട് ആനയോടായി. പിന്നെ ആശാന്റെ കൂടെ കൂടി അങ്ങനെ ഇപ്പൊ വലിയ കലാപില്ലെന്ന് കണ്ടപ്പോ അച്ചടക്കമുള്ള പാപ്പാനാണ്. വേറെ ഒരു പരിപാടിക്ക് മുകളിലൊന്നും ഇല്ല, നമ്മുടെ ആനയുടെ കാര്യം നോക്കുക, അവിടെ ഇരിക്കുക, അത്രേ ഉള്ളൂ. കാര്യങ്ങൾ പോകുന്നില്ല, അത്രേ ഉള്ളൂ. സന്തോഷവാനാണ്. സന്തോഷം. തൃശ്ശൂർ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പൂരമാണ്. അപ്പം നിങ്ങൾ ഒരുപാട് പൂരങ്ങളിൽ അല്ലാതെയും പോകുന്നുണ്ടാവും. ഈ തൃശ്ശൂർ പൂരത്തിൽ തിരുവമ്പാടിയുടെ തിടമ്പേറ്റി വരുന്ന ഒരു സമയത്ത് ഉണ്ടാകുന്ന പാപ്പാൻ എന്ന നിലയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു സമയത്തെ ഫീൽ എന്താ? അയ്യോ, അത് നമുക്ക് പറഞ്ഞിരിക്കാൻ മേല. കാരണം ഞാനൊക്കെ ആദ്യമായിട്ട് ജീവിതത്തിൽ ഇങ്ങനെ ആനക്ക് വരുമെന്നോ ഇങ്ങനെയുള്ള പൂരത്തിന് നിൽക്കുന്നു ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മൾ കൂടുതലും ഒരു അത്യാവശ്യം മഴക്കുള്ള ആന, അധികം പൂരപ്പറമ്പിൽ ഇറങ്ങാത്തൊരു ആനക്ക് പണിയും കാര്യങ്ങളൊക്കെ കൂപ്പിലേക്ക് കടന്നുവെച്ച ആനയാണ്. അധികം കൂടി വന്നൊരു 10-30 പൂരങ്ങളെടുത്ത് നാട്ടിൽ തന്നെ ഒറ്റാനപ്പുറം പോകുന്നൊരു ആനയാണ്. ഇങ്ങോട്ടൊക്കെ വന്നപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷവും കാര്യങ്ങളും, പൂരത്തിന് ആന കൊമ്പെ പിടിച്ച് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് അത് പറയാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയാണ്. വല്ലാത്തൊരു അത് പറയാനുണ്ട്. കാണികൾക്ക് എങ്ങനെയാണ്, അതിനൊക്കെ രണ്ടിരട്ടിയാണ് ഞങ്ങൾക്ക് ഒരു ആനക്കാർക്ക്. കുടമാറ്റത്തിന്റെ സമയത്താണല്ലോ, കുടമാറ്റാണല്ലോ അതിൽ ഏറ്റവും ക്ലാസ് ആയി നിൽക്കുന്ന ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. ഒരു വശത്ത് പാറമേക്കാവ് നിൽക്കുന്നു, മറുവശത്ത് തിരുവമ്പാടി നിൽക്കുന്നു, തിരുവമ്പാടിയുടെ തിടമ്പേറ്റി ചന്ദ്രശേഖരൻ നിൽക്കുന്നു, പാറമേക്കാവിന് അവിടെ നിൽക്കുന്നു. അപ്പോൾ ആ സമയത്ത് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഈ സാഹിത്യ ഭാഷ എന്നൊക്കെ പറയുന്ന പോലെ ഒരു മണൽത്തരി പോലും താഴെ വീഴാത്തൊരു അവസ്ഥയിലാണ്. അപ്പോൾ ആ കാഴ്ച, നിങ്ങളാണ് ഈ കാഴ്ച ആദ്യം കാണുന്നത്, മുന്നിൽ നിൽക്കുന്നത് നിങ്ങളാണല്ലോ. അതൊന്നും കൂടി ഒന്ന് പറയാമോ, എങ്ങനെയാണ് ആ സമയത്ത് ഉണ്ടാവുന്നത്? എങ്ങനെ പറഞ്ഞെങ്കിൽ അത് വന്ന് കണ്ടു തന്നെ കാര്യങ്ങളത്. ആ ഒരു നമ്മുടെ ആ മനസ്സിൽ ഉണ്ടാകുന്ന സന്തോഷം, ആ വികാരം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും പുറത്ത് നമുക്ക് പറഞ്ഞിരിക്കാമല്ലോ. ഇങ്ങനെയാണെന്ന് നമുക്ക് പറയാം, മധുരമെന്ന് പറയാം. പക്ഷെ ഇത് ഒരിക്കലും അത് അവിടെ തന്നെ ഇന്ന് കണ്ണീനുള്ള കുളിർമയും നമ്മൾ ആ സമയത്ത് നമ്മൾ എവിടെയാണ് നിൽക്കണതെന്ന് പോലും മറന്നു പോകും. അതാണ് സത്യം. ആനയുടെ അവസ്ഥ എന്തായിരിക്കും? ആന അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ തിരുവമ്പാടി തെച്ചിക്കോട്ട് രാമചന്ദ്രനെ കുറിച്ച് പറയുന്നത് ആന തിടമ്പേറ്റുന്ന സമയത്ത്, തിടമ്പേറ്റി കഴിഞ്ഞാൽ ആന ഒന്ന് ഉയർന്നു നിൽക്കുന്നു പറയും. ഈ ആനയുടെ ഒരു അവസ്ഥ എന്താണ്? ഇത് അങ്ങനെ തന്നെ. ആന തിടമ്പെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ നിലവാണ് ആനക്ക്. അങ്ങനെ താത്തിയിടുക പിടിക്കുന്നില്ല, ആ ഒരു നിപ്പ് തിന്നുകൊണ്ടും അങ്ങനെ തന്നെയാണ്. തലേക്ക് കഴിക്കുന്നവരാണ് നിന്നത്. നമ്മൾ പറയാൻ പിടിക്കുന്നുണ്ട്. ആനക്ക് സ്വന്തമായിട്ടൊരു നിലവുണ്ട്. പിന്നെ ചില സ്ഥലത്ത് ചെന്ന് നമുക്ക് മത്സരിക്കേണ്ട അവസ്ഥ വരും. തലവൊക്കെ പിടിപ്പിക്കുക പാപ്പാനെ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഞാൻ ഇന്നൊരു ആന അങ്ങനെ കയറ്റിയിട്ട് മത്സരിപ്പിച്ചിട്ടില്ല. എനിക്കങ്ങനെ മത്സരത്തിനോട് താല്പര്യമില്ല. കാരണം ഒരു 10-40 ഒരു ആനക്ക് വേണ്ടി തന്നിട്ട് അതിന് വേണ്ടി ഒരു ആനയെ തല്ലി നിലനിർത്തുക, അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. ആനക്ക് സ്വയമേ ഒരു നിലവുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ട് നമ്മൾ നിർബന്ധരാകും ഒന്ന് തലവെക്കും. അപ്പോൾ വടിയൊക്കെ എടുത്ത് കാണിച്ചൊന്ന് തലയൊക്കെ വലിക്കെട്ടി ഞാൻ പോരും, അത്രയൊക്കെ ഉള്ളു. ചില സ്ഥലങ്ങളിൽ അത് പറയും, സംഘാടകർ പറയും. മറ്റേ ആനവനുണ്ട്, അതിന്റെ മേലിൽ കയറി നിൽക്കണം, നമ്മുടെ ദേശത്തിന്റെ ഇതാണ് നോക്കണം, മാനം കളയല്ലേ പാപ്പാനെന്നൊക്കെ പറയും. അങ്ങനെ നമ്മൾ ആനൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ചെന്ന ഒരു വിധത്തിൽ അല്ല ആനക്കും വലിയ ബുദ്ധിമുട്ടില്ലാതിൽ എല്ലാം കാണിച്ചിട്ട് പോരും. ആനയ്ക്ക് വലിയ കുഴപ്പമില്ലാത്ത ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ എങ്ങനെയാ? ഇപ്പൊ കുറെ ആനകൾ ഒപ്പം നിൽക്കുന്നുണ്ടല്ലോ. തിടമ്പേറ്റുന്നത് ഈ ആനയാണെങ്കിൽ പോലും അതിന്റെ അപ്പുറത്തുള്ള ആനകളും നിസ്സാരക്കാരല്ല. തൃശ്ശൂർ പൂരത്തിന് അങ്ങോട്ടും വലിയ തലപ്പൊക്ക മത്സരമൊന്നുമില്ല. ഇല്ല, അതെല്ലാം വന്നിട്ട് നല്ല ചിട്ടായ പൂരങ്ങളല്ലേ അതിനകത്ത് വരും. അല്ലാത്ത പൂരങ്ങളിൽ പോകുമ്പോഴാണ് നമ്മൾ ഈ കുന്നംകുളം സൈഡ് ഭാഗം അങ്ങനെയുള്ളതൊക്കെ ഈ മത്സരപൂരങ്ങളുണ്ടല്ലോ, വരവ് പൂരങ്ങൾ, ഇതിനൊക്കെ പോകുമ്പോൾ അവിടുന്ന് കാളിദാസനാണെങ്കിൽ ഇവിടെ ഇന്നാനകൾ ഇപ്പോൾ 2-3 കൂടി വന്നിരിക്കുമ്പോൾ പിന്നെ ഒരു മത്സരം അവിടെ കിടന്ന് അത് നമ്മൾ മത്സരിക്കുമ്പോൾ അവരത് കമ്മിറ്റിക്കാരത് അടിയാവും. ഈ അടിയുടെ ബഹളം പിന്നെ നമ്മുടെ അതിന് തന്നെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നമ്മളിലേക്ക്. അതുകൊണ്ടാണോ ചില ആളുകൾ ഈ അങ്ങനെ ചെയ്യുന്നത് തലപ്പൊക്കത്തിന് വേണ്ടിയിട്ട്? കൂടുതലും അങ്ങനെയൊക്കെ തന്നെ. ഞാനീ പോയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ കമ്മിറ്റിക്കാർ പറയാറുണ്ട് മത്സരിക്കണം. അതിപ്പം പൈസ ഞങ്ങൾ പൈസ കൊണ്ട് തന്നെ അല്ലേ നിർത്താൻ മേലെ. അപ്പോൾ ഇവരൊക്കെ തന്നെ ഇത് വേണ്ടെന്ന് വെച്ചാൽ തന്നെ ഈ പൂരങ്ങൾക്കും ആനകൾക്കും നല്ല രീതിക്ക് മുമ്പോട്ട് പോകും. ഈ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ വേനൽക്കാലങ്ങളിൽ ആണല്ലോ കൂടുതൽ ഉത്സവങ്ങളൊക്കെ നടക്കുന്നത്. ആ സമയത്ത് ഈ ഇത്തരത്തിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ നിയന്ത്രണങ്ങളൊക്കെ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയുന്നത്? നിയന്ത്രണങ്ങൾ അത് കുറേയൊക്കെ നല്ല കേട്ടോ നമ്മുടെ കാര്യത്തിൽ. കാരണം ഈ വേലി ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ 3 മണിക്ക് എഴുന്നള്ളിക്കാൻ പോകുള്ളൂ, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. കാരണം നേരത്തെയൊക്കെ
12 മണിക്ക് തലക്കെട്ട് ഈ വെയിലത്ത് റോട്ടിക്കൊട്ട് ഒരു 12 മണിക്ക് ആന നിർത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്താണ്? കാരണം ഈ മുതലുകൾ നമുക്ക് നാളെ നമ്മുടെ ഭൂമിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളും കുറേയൊക്കെ നമ്മളും വിട്ടുവീഴ്ചകൾ ചെയ്യണം. ചിലപ്പം കമ്മിറ്റിക്കാർക്ക് ശരിയായിരിക്കും, ചിലപ്പോൾ 5-6 മണിയാകുമ്പോൾ പോരുന്നു, 2 മണിക്കൂറേ പോരും നടക്കുകയുള്ളൂ. ഈ 3 മണിക്ക് ശേഷം തുടങ്ങി. അപ്പോൾ അതൊക്കെ അവരൊന്ന് മനസ്സിൽ വെച്ച് കിടക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം നമുക്ക് നല്ല ആനകളും വരും, പൂരങ്ങളും വൃത്തിയായിട്ടും നല്ലത് തന്നെയാണ്. കൂടി വരുന്നുണ്ടോ ആനപ്രേമികളുടെ എണ്ണം? കൂടി വരുവാണോ അതോ കുറഞ്ഞു വരുവാണോ? ആനപ്പിള്ള എണ്ണം കൂടി വരുന്നുണ്ട്. പക്ഷെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ആനപ്പിള്ള എണ്ണം കൂടി വരുമ്പോൾ ഈ പന്ന ആനപ്രേമികൾക്ക് ആനയെക്കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അറിയാത്ത ആൾക്കാരാണ്. ഇത് വാട്സപ്പിലും ഫേസ്ബുക്കിലും കണ്ട് കഥ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ. ഒരു ആനക്ക് ഒരു അടി കൊടുത്ത് എന്തിനാന്ന് പോലും അവർക്കറിയത്തില്ല. അവർ പറഞ്ഞാൽ ചുമ്മാ നിൽക്കുന്ന ആന എന്തിനാ തല്ലണേന്ന്. ആന നമുക്ക് കത്ത് വരുമോ, ഞാൻ കുത്താൻ പോകുമെന്നും പറയും, ഇല്ലെങ്കിൽ എനറ്റ് എന്ന് പറയും, ഒന്നുമില്ല. ചില ആനകളുടെ നമ്മൾ കാണുമ്പോൾ ചില തുഴയെടുക്കുക, വാടെടുക്കുക, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ചുമ്മാ ഒരു അടിവെച്ച് കൊടുത്താൽ മതി. പാപ്പാനെ അറിയുള്ളൂ. നമുക്കറിയുള്ളൂ. ആന ഇപ്പം എന്നെ തുഴഞ്ഞിട്ടിരിക്കുക, കൈ വാടത്തിട്ടിരിക്കുക. അവർ നോക്കുമ്പോൾ ആന ചുമ്മാ നിൽക്കുന്നു, ഒരു അടിവെച്ച് കൊടുക്കുന്നു, ഉണ്ടാകും വെള്ള. എന്നാൽ എന്നോട് ചോദിക്കും ആന നീ ആരാണെന്നാ ചോദിക്കണേ. ഒരു ആനക്കാരനോട് പൂരപ്പെടുമ്പോൾ എന്നോട് ആരെന്ന് വെച്ചാൽ പിന്നെ എന്താ അവിടെ ആനെന്നുള്ള ബന്ധം തന്നെ ആയിരിക്കും. ഞാൻ ഇത് പറയുമ്പോഴാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങുന്ന സമയത്ത് നമ്മുടെ വൈശാഖ് കോന്നി സുരേന്ദ്രന്റെ പാപ്പൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ആന എന്ന് പറയുന്നത് പിന്നെ വനത്തിൽ നിന്ന് പിടിച്ച് മെരുക്കിയെടുത്ത ഒരു മൃഗമാണ്. അപ്പോൾ ആ ഒരു ഇത് നമ്മളെപ്പോഴും കരുതേണ്ടതുണ്ടെന്നുള്ള. പക്ഷെ പല ആളുകളും അത് നോക്കാറില്ല. നമ്മൾ മാക്സിമം ഇത് ഒരിക്കലും നമ്മളോട് വന്ന് ഇണങ്ങി കൂടെ വന്ന് കിടന്നുറങ്ങുമൊന്നുമില്ല. നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിന്റെ പുറത്തും ആ സ്നേഹത്തിൻ്റെയൊക്കെ പുറത്തേക്ക് നടക്കുന്നതാണ്. നമ്മളൊരിക്കലും അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാണ്ടിരിക്കുക ആനകൾക്ക്. അല്ലാണ്ട് ഒരാനയും ഒരച്ഛനും നമുക്ക് പറ്റുന്നില്ലൊന്നുമില്ല. പറയാം അമ്മ ആന പെറ്റ നമുക്ക് തുല്യാണെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇല്ലെന്നല്ല. ആനക്കാരുടെ മേത്തും മണ്ണിടത്തെ പഴയ നാടനാനകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആനകളൊന്നും നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. 2 പ്രാവശ്യം ഒന്നും ചേരും 3-ാമത്തെ പ്രാവശ്യം തട്ടിയിട്ട് കൊടുക്കുന്ന ആനകളല്ല. നമ്മൾ അത്രയും കരുതലെടുക്കുക. എപ്പോഴും നമ്മൾ അവസരം കൊടുക്കാണ്ടിരിക്കുക ആനകൾക്ക്. നമ്മൾ എപ്പോഴെങ്കിലും ഈ ജോലി നിർത്തണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ല ഇതുവരെ ഇല്ല. പണ്ട് ഈ പട്ടയൊക്കെ വെട്ടി ചൊറിഞ്ഞൊക്കെ വരുമ്പോൾ മുഖപ്പ് നിർത്തുക, വീട്ടിൽ പോകാന്നൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അത് 2 ദിവസം വീണ്ടും വരും. രണ്ടാം പാപ്പനൊക്കെ ആയി നിൽക്കുന്ന സമയത്താണ് അല്ല മൂന്നാമരുടെ മൂന്നാമന്റെ പണി അത്രയും കഷ്ടപ്പാടാണ്. അയ്യോ മൂന്നാമരുടെ പണി ഇച്ചിരി കഷ്ടപ്പാട് തന്നെ. അത് ഒന്നാമനൊന്ന് സാധാരണ എൻ്റെയൊക്കെ അവസ്ഥ നോക്കിയപ്പോൾ എനിക്ക് ഒന്നും അറിയണ്ട. ഇവന്മാരുള്ള കാരണം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഞാനില്ലല്ലോ, അവനഴിച്ച് കഴിവും പിടിക്കും, എന്നെ വിളിക്കാറുള്ളൂ, എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ. നമ്മൾ എഴുന്നേക്ക് സമയം കഴിഞ്ഞ് വന്നാൽ മതി ഇപ്പോഴത്തൊക്കെ. പക്ഷെ നമ്മൾ അതിന് മാത്രം അതേപോലെ കിടന്ന് പണ്ട് കാലങ്ങളിൽ കഷ്ടപ്പെട്ടുണ്ട് കിടന്നിട്ട് ആനക്ക്. 10-14 കൊല്ലം ഒരു ആനക്ക് കിടന്ന് പറയുമ്പോൾ പണിയാനകളാണ്. ഇന്ന് പിന്നെ പണിയൊന്നുമില്ല, ഉത്സവങ്ങൾ മാത്രമേ ഉള്ളൂ. പണിയാനകൾ എന്ന് പറയുമ്പം പണി കഴിഞ്ഞ് തീറ്റോട്ടാവണം, പൊക്കത്തിന് പണിയണം, അതിൻ്റെ കൂടെ വക്ക കെട്ടണം, പടുങ്ങിയിട്ട് കൊടുക്കണം. ഒരു ആന വേണ്ട പകുതി പണി നമ്മളും കൂടി പണിതെങ്കിൽ ഒരു കഷ്ണം കയറുള്ളൂ. ചില ആളുകളെങ്കിലും കരുതും ഇത് വളരെ നിസ്സാരമായിട്ട്. ഇപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, ഞാൻ പോലും പേടിച്ചാണ് നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ധൈര്യത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ അല്ലാതെ നമ്മളൊന്നും മാറില്ലല്ലോ. അപ്പൊ അതിന് അത്രയും വഴക്കിയെടുക്കുക അല്ലെങ്കിൽ മെരുക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ കുറേയൊക്കെ നമ്മുടെ മനസ്സിന്റെ പേരാണത്. ഞാൻ നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ കയറി രണ്ടാമത് കയറി പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി ചങ്കൂറ്റം വേണം അതിനകത്ത്. നമ്മളൊക്കെ ഒരുപാട് ആന തട്ടിയിട്ട് കുത്തിയെ പേടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മളിതുവരെ പേടിച്ചിട്ടൊന്നുമില്ല കേട്ടോ ആന മുമ്പിൽ. ഒരുപാട് പ്രാവശ്യം നമ്മളെ പേടി നിന്നെ കൊല്ലും, ഇല്ലെങ്കിൽ ഓടിക്കും, പുറകെ പിന്നാലെ കൂടാറുണ്ട്, ഓടിക്കാറുണ്ട്, അടിച്ചു കളയാറുണ്ട്. അതവിടെ കഴിഞ്ഞ് അവിടെ തീർന്നു. അത് പിന്നെ അവിടെ ആനയും പറക്കും, നമ്മളും പറക്കും. അത് പിന്നെ നമ്മുടെ വഴി. എന്തായാലും എല്ലാവിധ ആശംസകളും. ഇതാണ് സുമേഷ് പറഞ്ഞത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ആനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആനയെ വേണ്ട രീതിയിലുള്ള കരുതൽ എന്തായാലും വേണം. അമിതമായ ആവേശമാണ് പലപ്പോഴും ഈ അപകടങ്ങളിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അത് എല്ലാവർക്കുമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അഭ്യർത്ഥന കൂടിയാണ്.